ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ആവണങ്ങാട് എത്തിയിരിക്കുകയാണ്. ഒരു അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങോട്ട് വരാനുള്ള ഭാഗ്യം ലഭിച്ചത്. അപ്പോൾ നമ്മളിതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഗോപുരം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ തൽക്കാലം വീഡിയോഗ്രാഫി ഒന്നും അലോഡല്ല. നമ്മുടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ വീഡിയോഗ്രാഫി കാര്യങ്ങളൊന്നും അലോഡല്ല. അതുകൊണ്ടാണ് ഈ പുറത്തുനിന്നുള്ള വിഷ്വൽസ് കൂടുതൽ എടുക്കുന്നത്. അപ്പോൾ ഞാനെത്തിയിട്ട് കുറച്ച് സമയമായി. സ്വാമിനെ തൊഴാൻ പറ്റി. ഒത്തിരി സന്തോഷമുണ്ട് ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ നമ്മളിപ്പം ആവണങ്ങാട്ടിലാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കിയാൽ കാണാം. അപ്പം അതൊക്കെ ഇനി ഇവിടുന്ന് സ്ഥലം പോകണം. സ്വാമിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് ഇനി തിരിച്ച് പോകണം. തൃശ്ശൂർ പോകണോ തൃപ്രയാർ പോകണോ എന്നുള്ളതാണ് ഇപ്പോൾ ചിന്ത. തൃശ്ശൂർ പോകുന്നതായിരിക്കും കുറച്ചും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ തൃശ്ശൂർ എത്താനായിട്ട് കുറച്ച് ടൈം എടുക്കും. തൃപ്രയാർക്കാകുമ്പോൾ അധികം സമയം എടുക്കില്ല. അങ്ങനെയാണ് നേരെ ഇങ്ങനക്കൂടെ കയറാൻ എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ. ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഗോപുരം. പാർക്കിങ്ങിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നുണ്ട്. എന്താ ഒരിക്കൽ നല്ല രീതിക്ക് തന്നെ അമ്പലത്തിനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നമുക്ക് വെയിൽ തട്ടുന്നുണ്ട് കേട്ടോ ക്യാമറന്ന്. ഇതൊരു ബ്ലോഗായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു വ്യൂ ഇങ്ങനെയാണ് അമ്പലത്തിൻ്റെ വരുന്നത്. ഒരുപാട് പേര് ഫോട്ടോസും വീഡിയോസും എടുക്കാനായിട്ട് വരാറുണ്ട് ഈ ഭാഗത്ത്. നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. വ്ളോഗായിട്ട് ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല. ഇതാണ് എൻട്രൻസ് എൻട്രൻസ്. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഭാഗങ്ങളൊക്കെ വരുന്നത്. എൻട്രൻസ് കണ്ടോ, ഒത്തിരി തിരക്കുണ്ട് കേട്ടോ. ഇന്നൊരു മൊറക്കൂസ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് ഇവിടെ. ബസ്സിലൊക്കെ കയറാൻ കുറേ പാടുപെട്ട്. അവിടെ നിന്ന് ചെരുപ്പെടുത്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വിഷ്വൽസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ആവണങ്ങാട്ടിൽ നിന്ന് തിരുമ്പിപ്പോയതാണ്. അപ്പോൾ നേരത്തെ നല്ല റഷ് ഉണ്ടായിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യണം. ഇനിയിപ്പോൾ ഞാൻ ആലോചിക്കുന്നത് തൃശ്ശൂർക്ക് പോകണോ തൃപ്രയാർക്ക് പോകണോ എന്നൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ആവണങ്ങാട്ടിലെ പാർക്കിംഗ് സ്പേസ് വരുന്നത്. ഇവിടെയാണ് നമ്മുടെ 2 വീലർ 4 വീലറൊക്കെ പാർക്ക് ചെയ്യേണ്ടത് ഇവിടെയാണ്. ഇപ്പം മുമ്പത്തെ പോലെയൊന്നുമല്ല. ഇതൊക്കെയോ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ ഇപ്പം നിലവിൽ. ഞാനിനി നേരെ പോകാൻ പോവാം. നമ്മുടെ പാർക്കിംഗ് സ്പേസ് ഇതുണ്ട്. പിന്നെ ബ്ലോഗ് എടുക്കേണ്ടതുള്ളത് കൊണ്ട് നമ്മൾ നേരെ പോവാം. നമ്മുടെ പാർക്കിംഗ് സ്പേസ് വരുന്നു. ഇവിടെ വണ്ടിക്ക് കയറി വരാൻ പറ്റില്ല, പക്ഷെ ആളുകൾക്ക് പോവാം. ഏരിയയുടെ ഒരു ഭംഗി കാണിച്ചതാണ്. അവിടെയാണ് നമ്മുടെ അമ്പലം. ഏരിയയിലൊരു വ്യൂ ആണത്. രാത്രിയിൽ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ.
യാത്രയിൽ കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പം നമ്മുടെ റൂട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പല വഴി കൂടിയും വരാം. തൃശ്ശൂർ കൊടുങ്ങല്ലൂർ എന്ന് വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ എട്ടുമുന്ന വഴി വരാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ബസ്സിനാണ് വരുന്നെങ്കിൽ തൃപ്രയാർ വന്നാൽ അവിടെ നിന്ന് എപ്പോഴും ഈ ആവണങ്ങാട് ഭാഗത്തേക്ക് ബസ്സുണ്ടാവും. അത് മാത്രമല്ല, തൃശ്ശൂരിൽ നിന്ന് വന്നാലും നമ്മൾ ആവണങ്ങാട് കൂടി പോകുന്ന കാഞ്ഞാണി അന്തിക്കാട് കൂടി പോകുന്ന വണ്ടികളിൽ കയറാനായിട്ട് ശ്രമിക്കുക. അത്രയ്ക്കുള്ളൂ. ഇതാണ് നമ്മുടെ എൻട്രൻസിൻ്റെ ഭാഗത്ത് വരുന്നത്. അതാണ് ഭംഗി, അതൊരു ഭംഗി. അതൊരു ചെറിയൊരു ബ്ലോഗായിരുന്നു. അപ്പം ഇനി നമ്മൾ തിരിച്ചു പോവാണ്. എങ്ങോട്ട് പോകണമെന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല. എന്തായാലും അത് നോക്കാം. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത്.